അല്ല എന്താ ഡെയിൻ എന്തിനു പറഞ്ഞോ? എന്ത് ധ്യാനോട് ഇങ്ങനത്തെ വേഷം ഇട്ടിട്ട് വരാൻ? ഇല്ല ഞാൻ പറഞ്ഞില്ല, ഡെഡിക്കേഷൻ റൗണ്ട് ആണല്ലോ, അപ്പൊ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്ത് വന്നതായിരിക്കും. ആണല്ലേ? എനിക്ക് വേണ്ടിട്ടല്ല. ഐഡിയ സ്റ്റാർ സിംഗറില് ഫൈനലിസ്റ്റ് ആയിരുന്ന തുഷാർ മുരളീകൃഷ്ണ സാറിന് വേണ്ടി. തുഷാർ ആഹാ. ഏത് വർഷമായിരുന്നു? 2007 തുടക്കം. തുഷാർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? കർണാട്ടിക് ക്ലാസ് ഒക്കെ എടുക്കും. ക്ലാസ് എടുക്കുന്നു, നന്നായിട്ട് പാടും. അതെ, നമുക്കൊന്ന് കാണാം, വീഡിയോ കാണാം. ധ്യാനിന് ടോപ്പ് സിംഗറിൽ പാടാൻ അവസരം ലഭിച്ചതിലും ഇവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതിലും സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഏകദേശം 3 വർഷമായിട്ട് ധ്യാൻ എൻ്റെ അടുത്ത് നിന്ന് കർണാടക സംഗീതം അഭ്യസിക്കുന്നുണ്ട്. വളരെ പരിശ്രമശാലിയായ ഒരു സംഗീത വിദ്യാർത്ഥിയായിട്ടാണ് എനിക്ക് ധ്യാനിനെ പറ്റി തോന്നിയിട്ടുള്ളത്. ഏതായാലും കൂടുതൽ നല്ല നല്ല ഗാനങ്ങൾ വളരെ നല്ല രീതിയിൽ ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് ധ്യാനിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഡെഡിക്കേഷൻ റൗണ്ടിൽ ധ്യാൻ പാടാൻ പോകുന്ന പാട്ട് താളമയഞ്ഞു ഗാനം അപൂർണം എന്ന ONV സാറിൻ്റെ വരികൾക്ക് ശരത് സാർ ഈണം നൽകിയ പവിത്രം എന്ന സിനിമയിലെ പാട്ടാണ്. ഈ പാട്ട് ഞാൻ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ പാടാൻ ആഗ്രഹിച്ചിരുന്ന പാട്ടാണ്. ധ്യാനും ഈ സ്റ്റേജിൽ വളരെ നന്നായിട്ട് ഈ പാട്ട് പാടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എല്ലാ ആശംസകളും. അപ്പൊ ധ്യാൻകുട്ടന്റെ സാറാണ് അല്ലേ? അതെ, അപ്പൊ സാറിന് വേണ്ടിട്ടാണ് നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതെ അല്ലേ? പുള്ളി നന്നായിട്ട് ക്ലാസിക്കലൊക്കെ പാടുമായിരുന്നു അന്നേ. ഇദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു പരിചയം. നമ്മുടെ നജീം അർഷാദ്. ആ ശരി ശരിയാ. ഇവരൊക്കെ ആദ്യത്തെ ബാച്ച്. സാർ അന്നും അവിടെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, ഇനി ഒരു 7 വർഷം കഴിഞ്ഞുണ്ട്. മതിയായല്ലോ. ബാക്കി എവിടെ പോയി? ഞാൻ കുറച്ച് കണ്ടുവിടണ്ടെന്ന് വെച്ചിട്ട്. ചില പാട്ടുകള് ഒരു കൊതിയോടെ എപ്പോ കേട്ടാലും ആ കൊതി തീരെയല്ല എന്ന് പറയുന്ന ടൈപ്പ് ചില മുട്ടായി, ചില ഫുഡ്, ചില പാട്ടുകൾ പെടുന്ന ഒരു പാട്ടാണ് എനിക്ക് ഈ പാട്ട്. ഇതിലെല്ലാ പാട്ടും ശ്രീരാഗമോ താളമഞ്ഞു ശ്രീകുടചേട്ടൻ പാടിയ വാലിന്മേൽ പൂവും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ കണ്ടിട്ട് മതിയാവില്ല. പറയൂ എല്ലാം കാണാൻ പറ്റില്ലല്ലോ, നമുക്ക് മിക്കവാറും യാത്രയായിരിക്കും. ഇനി യൂട്യൂബിലല്ലേ പറ്റത്തുള്ളൂ. നേരിട്ടൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ മുഖത്തോട് പോകുന്ന സമയമുണ്ടോ? ഒന്ന് വെള്ളം കുടിക്കാൻ പോലും ഞങ്ങൾക്ക് സമയമില്ല. അല്ല, പിന്നെ റീമി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ റീമിക്കൊന്നും പറയാൻ പറ്റില്ല. അതറിയാം, കണ്ടോ? അതറിഞ്ഞോണ്ട് തന്നെ മുഖത്തോട് കമന്റ്സ് കഴിഞ്ഞിരിക്കുന്നു പോരെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ചേട്ടൻ പറഞ്ഞല്ലോ പേടി എന്തോന്ന് ഇതിലും വേണം മുഖത്തോട്ട് നോക്കുന്ന. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.